നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജാവോ ഫെലിക്സ് വാഴുന്ന സൗദി, അത് കേൾക്കാൻ പലർക്കും അത്ര സുഖമുണ്ടാവില്ല. പക്ഷേ അൽ നസറിൻ്റെ ആരാധകർക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ പോർച്ചുഗീസ് താരം യുവതാരത്തെ പിന്തുണക്കുന്ന മറ്റ് സഹതാരങ്ങൾക്കുമൊക്കെ അത് കേൾക്കാൻ എന്തായാലും വലിയ സന്തോഷമായിരിക്കും. ജാവോ ഫെലിക്സ് അടുത്ത ക്രിസ്ത്യാനോ എന്ന പേരിൽ അറിയപ്പെട്ടൊരു കളിക്കാരനായിരുന്നു. അങ്ങനെയാണല്ലോ വലിയ തുക അത്ലറ്റിക്കോ മാഡ്രിഡിലേക്കൊക്കെ എത്തുന്നത്. പിന്നെ അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല. പല രാജ്യങ്ങളിലേക്ക് മാറി മാറി പോയിട്ട് ഏറ്റവും ഒടുവിൽ സൗദി അറേബ്യയിലേക്ക് എത്തുന്നു. അധികം പ്രായമൊന്നുമില്ലാത്തൊരു പയ്യൻ എന്തിനിപ്പോൾ തന്നെ സൗദിയിലേക്ക് പോയി എന്ന് ചോദിച്ചവരൊക്കെ അപ്പോഴുണ്ട്. പക്ഷേ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം കളിച്ച് തൻ്റെ മികവ് അവൻ തിരികെ പിടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൗദി വാഴുന്ന ജാവോ ഫെലിക്സ് എന്ന് നമ്മൾ അലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. ഗോളടിയുടെ കണക്കിൽ അത് ശരിവെക്കുന്നതുമാണ്. നോക്കുക, ഈ സീസണിൽ 13 ഗെയിമുകൾ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ആകെ 13 ഗെയിമുകൾ കളിച്ച അവൻ 12 ഗോളുകളും 2 അസിസ്റ്റുകളും സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി അതല്ല, നമ്മൾ സൗദി പ്രോ ലീഗിലെ മാത്രം കണക്കെടുത്താലോ 8 ഗോളുകൾ അവൻ്റെ ബൂട്ടിൽ നിന്ന് പിറന്നു കഴിഞ്ഞു. സൗദിയിൽ ഇപ്പോൾ പ്രോ ലീഗിൽ ഗോൾഡൻ ബൂട്ടിനുള്ള റേസിൽ 1-ാം സ്ഥാനത്ത് ജാവോ ഫെലിക്സ് ആണ്, 8 ഗോളുകൾ. ക്രിസ്ത്യാനോ പോലും പിറകിലായിപ്പോയി. കഴിഞ്ഞ തവണ ഗോൾഡൻ ബൂട്ട് CR7 ആണ്. ആ CR7 പോലും തുടക്കത്തിൽ എന്തായാലും കടത്തി വെട്ടിയിരിക്കുകയാണ് ജാവോ ഫെലിക്സ് എന്ന് പറയാതെ വയ്യ. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് 5 ഗോളുകളാണുള്ളത്. അദ്ദേഹം 2ാമത് വരുന്നു. ഇവാൻ ടോണി, ജോഷുവ കിങ്, മാർക്കോസ് ലിയനാർഡോ തുടങ്ങിയ ഗോളടി വീരന്മാർ തൊട്ടു പുറകിലാണ്. ഇവാൻ ടോണിയും ജോഷുവ കിങ്ങും അതുപോലെ മാർക്കസ് ലിയനാർഡോയും ഒക്കെ ഇപ്പോൾ 4 ഗോളുകളുമായിട്ട് നിൽക്കുകയാണ്. സോ ജാവോ ഫെലിക്സ് കൃത്യമായിട്ട് തൻ്റെ മികവ് സൗദിയിൽ പോയിട്ട് തിരികെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് ടീമിന് ഗുണകരമാണ്. അതായത് അൽ നസറിന് മാത്രമല്ല, പോർച്ചുഗീസ് ദേശീയ ടീമിനും ഗുണകരമാണ്. അത് വളരെ കൃത്യമായിട്ട് കോച്ച് റോബർട്ടോ മാർട്ടിനസ് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് പറയുന്നതും നമ്മൾ കേട്ടു. 10-ൽ 10 ഇക്കഴിഞ്ഞ കളിയിൽ അവന് sofascore.com നൽകിയിരുന്ന റേറ്റിംഗ് എന്ന കാര്യം കൂടി അറിയുക. കാരണം അത്രയും മികവ് അവൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ചിത്രമാണ് നമുക്കവിടെ കാണാൻ പറ്റുക. CR7 കളിക്കളത്തിൽ നിന്നിട്ട് ഇങ്ങനൊരു പ്രകടനം നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. കാരണം എല്ലാ ശ്രദ്ധ കേന്ദ്രീകരിക്കലും CR7 എന്നാൽ ഇവൻ ഇപ്പോൾ ആ ലൈം ലൈറ്റ് തന്നിലേക്ക് കൂടി മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. ജാവോ ഫെലിക്സ് അൽ ഫത്തഹിനെതിരെ 10-ൽ 10 റേറ്റിംഗ്, അതായത് 3 ഗോളുകൾ, 4 കീ പാസുകൾ അവൻ്റെ ഭാഗത്ത് വന്നു. 93% പാസിംഗ് ആക്യുറസി ഉണ്ടായിരുന്നു. 5 ഡ്യുവൽസിൽ 4 വിൻ ചെയ്തു. സോ 10-ൽ 10. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.